ഹലോ കുട്ടീസ്, ത്രീ ലെൻസ് ഫ്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹൊറർ കോമഡി സിനിമയാണ്. ഈ സിനിമ കാണുന്നതിനൊപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ സിനിമ നമുക്ക് കണ്ടാലോ? വാ. സാറയും ഡേവും ഇവർ രണ്ടുപേരും വഴക്കിടുന്നതാണ് നമ്മൾ കാണുന്നത്. വഴക്ക് ചെറുതൊന്നുമല്ല. എല്ലാ ദിവസവും എല്ലാ നേരവും എല്ലാ സ്ഥലത്തും ഇവർ എല്ലായിടത്തും വഴക്കിട്ടുകൊണ്ടേയിരിക്കും. വഴക്കിട്ട് അവരങ്ങനെ വിരിഞ്ഞു. എന്താ അല്ലേ? അടുത്ത ദിവസം ടി വിയിൽ ഒരു കുട്ടികളുടെ പ്രോഗ്രാമിൻ്റെ സൗണ്ട് കേട്ടാണ് ഡേവ് രാവിലെ എണീറ്റത്. അവൻ്റെ മുമ്പിലൊരു കുട്ടി. അവൻ്റെ പേരാണ് ഫെലിക്സ്. അവൻ്റെ ചേച്ചി ടെസയുടെ മകനാണ് ഫെലിക്സ്. അവൻ പറഞ്ഞു, അമ്മ പറഞ്ഞായിരുന്നു അങ്കിളിനി ഇവിടെയാ താമസിക്കാൻ പോകുന്നത് എന്ന്. ഡേവ് പറയുന്നത് കേട്ടിട്ട്, ഡാ ചക്ക, അങ്കിളിനൊരു കോഫി ഉണ്ടാക്കിയെന്നേ. ഫെലിക്സ് ആണെങ്കിൽ, താൻ എന്താ ഈ പറയുന്നത്? എനിക്ക് വെറും 5 വയസ്സാണ്. അവൻ്റെ അങ്കിളാണ് അത്. അത് കേട്ടതും അവൻ്റെ അങ്കിൾ എന്തോ ചീത്ത പറഞ്ഞ സമയത്ത് ഒരു ചീത്ത വാക്ക് ഉപയോഗിച്ചു. അത് കേട്ടതും ഫെലിക്സ് പറയുന്നു, അങ്കിളെ, അത് ചീത്ത വാക്കാണ്, ബാഡ് വേർഡ് എന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഫെലിക്സ് അങ്കിളുടെ ഗെയിംസ് എല്ലാം എടുത്ത് കളിക്കാൻ തുടങ്ങി. സോംബികളെ കൊല്ലുന്ന ഗെയിം. പെട്ടെന്ന് ഫെലിക്സിൻ്റെ അമ്മ വരുന്നു, അതായത് നമ്മുടെ ഡേവിൻ്റെ ചേച്ചി ടെസ. അയ്യോ, കുഞ്ഞു കൊച്ചിന് ഇപ്പോഴേ ഇതുപോലുള്ളത് കാണിക്കുന്നു നീ എന്നൊക്കെ പറഞ്ഞ് ടെസ ഫെലിക്സിനെ, അതായത് ടെസ ഡേവിഡിനെ വഴക്ക് പറയാൻ തുടങ്ങി. ഡേവ് ആണെങ്കിൽ പറയുന്നു, അയ്യോ, ഇത് കുട്ടികൾക്ക് നല്ലതാ, അവൻ നന്നായി കളിക്കുന്നത് നോക്കിയേ. അങ്ങനെ രാത്രിയായി. ഭക്ഷണ സമയം. അവർ പിസ്സ കഴിക്കാൻ ഒരുങ്ങുന്നു. അതുപോലെ തന്നെ ഒരുങ്ങുന്ന സമയത്ത് ആ ടേബിളിൽ ഒരു ചെയറും കൂടി ഇട്ടിരിക്കുന്ന കാണാം. ഫെലിക്സിൻ്റെ ഏറ്റവും ഇഷ്ട കളിപാട്ടമാണ് ട്രാക്ടർ. അവൻ്റെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ അവിടെ ഒരു ട്രാക്ടർ ഇരിക്കുന്നുണ്ടോ. അങ്ങനെ ഭക്ഷണ സമയത്ത് അവർ പിസ്സ കഴിക്കാൻ ഒരുങ്ങുന്നു. ഇത് കണ്ട അങ്കിൾ, അതായത് നമ്മുടെ ഡേവ്, വീണ്ടും, ഇത് തേങ്ങയായത്, ഇതിൽ ചീസ് എവിടെ? ചീസ് ഇല്ലാത്ത പിസ്സയോ? ഫെലിക്സ് വീണ്ടും പറയുന്നു, ബാഡ് വേർഡ്. എന്ത് ചെയ്യുക? ഡേവിഡിൻ്റെ വായിന്ന് ഓരോ നിമിഷവും ഓരോ ചീത്തവാക്ക് വന്നുകൊണ്ടേയിരിക്കും. ഫെലിക്സ് ആണെങ്കിൽ അപ്പം തന്നെ ബാഡ് വേർഡ് എന്നുള്ള പാട്ട് പാടാനും തുടങ്ങും. അവൻ്റെ അമ്മ പറയുന്നു, ഇവന് ചില ഭക്ഷണം അലർജിയാണ്, അത് കഴിച്ചാൽ ഉടനെ ഇവന് അസ്വസ്ഥതയുണ്ടാകും, അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കിയത്. ചീസ് പാല് കൊണ്ടുണ്ടാക്കുന്നതല്ലേ, ഇവന് പാല് പിടിക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത് ഡേവും അവൻ്റെ ഗേൾ ഫ്രണ്ടായ സാറയെയാണ്. ഫെലിക്സിനെ കൂട്ടി അവൻ സാറയെ കാണാൻ തീരുമാനിക്കും. എപ്പോൾ? ഫെലിക്സ് രാത്രി ഉറങ്ങിയതിന് ശേഷം, ടെസയും ഉറങ്ങിയതിന് ശേഷം ഒരു പ്രപ്പോസലായിട്ട്, അതായത് തന്നെ കല്യാണം കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഫെലിക്സിനെ കൊണ്ട് ഒരു ഫാൻസി ഡ്രസ്സ് ഇട്ടുകൊടുത്ത് ഒരു പൈപ്പ് കൊണ്ടുണ്ടാക്കിയ മോതിരവുമായി നമ്മുടെ ആര് പോകുന്നു? ഡേവ് പോകുന്നു. പക്ഷെ അപ്പോഴേക്കും സാറയ്ക്ക് പുതിയൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടുന്നു. അത് മാത്രമല്ല, അവിടെ വേറെന്തൊക്കെയോ ചിലത് നടക്കുന്നുണ്ട്. ഡേവ് വീണ്ടും ചീത്ത വിളി തുടങ്ങി. പിന്നെ ബാക്കി പറയണ്ടല്ലോ. ഒരു ചെറിയ കശപിശ വീണ്ടും സാറയും ഡേവും തമ്മിൽ. വീട്ടിലോട്ട് വരുമ്പോൾ അവർ കാണുന്നത് ഫെലിക്സിനെ കാത്തിരിക്കുന്ന അവൻ്റെ അമ്മയെയാണ്. അപ്പോഴേക്കും നമ്മുടെ ഫെലിക്സ് ഡേവിൽ നിന്ന് ചീത്ത വാക്കുകൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. അതാണെങ്കിൽ അവൻ അവൻ്റെ അമ്മയുടെ മുമ്പിൽ പറയുന്നുണ്ട്. ഡേവിൻ്റെ കഷ്ടകാലം. അവൻ്റെ അമ്മ പറയുന്നു, അതായത് ഡേവിൻ്റെ ചേച്ചി പറയുന്നു, പൊയ്ക്കോ, വീട്ടിൽ നിന്ന് പൊയ്ക്കോ, ഇങ്ങനെയാണോ കുട്ടികളെ നോക്കണ്ടേ? എന്നിരുന്നാലും നമ്മുടെ ഡേവ് അപ്പം തന്നെ കരയാൻ തുടങ്ങി. അപ്പോൾ ഫെലിക്സ് പറയുന്നു, പാവമല്ലേ അങ്കിൾ ഇന്ന് ഇവിടെ താമസിച്ചോട്ടെ എന്നൊക്കെ പറയുന്നു. ഓക്കെ, അപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് നാളെ ജോലി തിരക്ക് ആണെന്നും സ്കൂളിലേക്ക് നീ തന്നെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു? അവൻ്റെ അമ്മ ഉറങ്ങാൻ പോകുന്നു. അടുത്ത ദിവസം അങ്ങനെ ഫെലിക്സിനെ കൊണ്ടാക്കാൻ നമ്മുടെ ആര് പോകുന്നുണ്ട്? ഡേവ് പോകുന്നുണ്ട് സ്കൂളിലേക്ക്. ഫെലിക്സിൻ്റെ ബാഗിൽ അവൻ്റെ ഇഷ്ട TV പ്രോഗ്രാമിൻ്റെ പടം, അതായത് നമ്മൾ നേരത്തെ കണ്ട പ്രോഗ്രാം ഇല്ലേ, അയാളുടെ പടവുമായിട്ടുള്ള ബാഗുമായിട്ടാണ് അവൻ പോകുന്നത്. അടുത്ത ദിവസം അങ്ങനെ സ്കൂളിലേക്ക് പോയി ക്ലാസ്സിലേക്ക് എത്തുന്നവർ. അവൻ്റെ കൂട്ടുകാർ അവനെ കളിയാക്കാൻ തുടങ്ങി. അതായത് അവൻ കൊണ്ടുവരുന്ന ഉച്ചഭക്ഷണമായിരുന്നു വിഷയം.
വേറൊരു കുട്ടി അവനെ കളിയാക്കുന്നുണ്ട്. പക്ഷെ കളിയാക്കുന്ന കുട്ടി ഡിസേബിൾഡ് ആണ്. അതിൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടി അവന് പെട്ടെന്നൊരു ഉമ്മ കൊടുത്തു പോകുന്നു. അപ്പോൾ ഡേവ് ആശ്ചര്യത്തോടെ ഇതൊക്കെ നോക്കി എന്ന് പറയുന്നു, ആരാ അത്? അപ്പോൾ ഫിലിക്സ് പറയുന്നു, അതാണ് എൻ്റെ ഗേൾഫ്രണ്ട് ബെത്ത്. അങ്ങനെ അവർ ക്ലാസ്സിലെത്തി. ക്ലാസ്സിൽ ഫിലിക്സിന്റെ ടീച്ചറെ കണ്ട് നമ്മുടെ ഡേവിനാണെങ്കിൽ അറിയാലോ, അവന്റെ മനസ്സിലൊരു ലഡ്ഡു പൊട്ടി. ഫിലിക്സ് പറയുന്നു, അതാണ് മിസ് കാരോളിൻ. അവർ പരിചയപ്പെടുന്നു. മിസ് കാരോളിന്റെ യഥാർത്ഥ പേര് ഓഡ്രി എന്നാണ്. പക്ഷേ അവൾ പറയുന്നു, എന്നെ ഓഡ്രി എന്ന് വിളിച്ചാൽ മതി, എൻ്റെ ഫ്രണ്ട്സ് എന്നെ അങ്ങനെയാ വിളിക്കുന്നതെന്നൊക്കെ. ഒന്ന് അവളെ കയ്യിലെടുക്കാനായി ഡേവ് പറയുന്നു, ഓ ഫിലിക്സ് എപ്പോഴും ടീച്ചറെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. പിന്നെ ടീച്ചറുടെ യുക്കലേയും പറ്റി. അതിൻ്റെ ഇടയ്ക്ക് ഫെലിക്സിനെ കളിയാക്കിയ ചെക്കന് ഒരു മറുപടി അവൻ തിരിച്ചു കൊടുത്തു. ഡേവിന് മിസ് കാരോളിനെ പെരുത്തിഷ്ടായി. അവളെ അവൻ നോക്കിയിരിക്കുന്നു. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ഡേവ് ഗിറ്റാറുമായി വന്നു. താനും ഒട്ടും മോശക്കാരനല്ല എന്ന് തെളിയിക്കാൻ അവൻ മിസ് കാരോളിനെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. നാളെ കുട്ടികൾക്ക് വണ്ടി ട്രിപ്പാണെന്നറിഞ്ഞ ഡേവ് താനും ഒരു സഹായത്തിന് ഒന്നിച്ച് വരാമെന്നൊക്കെ പറയുന്നു. ട്രിപ്പ് പോകുന്നതിന്റെ തലേ ദിവസം ഫിലിക്സിന്റെ അമ്മ അവൻ അലർജിയുടെ മരുന്ന് എങ്ങനെ കുത്തിവെക്കണമെന്നൊക്കെ ഡേവിന് പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത ദിവസം ട്രിപ്പ് പോകുന്ന വഴിയിൽ ബസ്സിന് കേടുപറ്റിയതുകൊണ്ട് കുട്ടികളെ ഒന്ന് ഉഷാറാക്കാൻ മിസ് കാരോളിൻ പാട്ട് പാടുന്നു. താളം പിടിച്ച കുട്ടികളും. അടുത്തതായി ഡേവിനോടൊരു പാട്ട് പാടാൻ പറയുന്നു. ഡേവ് ആണെങ്കിൽ അവരുടെ മുമ്പിൽ ഒരു പ്രൊഫഷണൽ സിംഗറാണേ. ഡേവ് തുടങ്ങി. അത് കേട്ട് കുട്ടികൾക്ക് സഹിക്കാൻ പറ്റില്ല. മിസ് കാരോളിനും അതുപോലെ തന്നെയാണ്. അവന്റെ പാട്ടുകളെ വരികൾ കേൾക്കാൻ അതിനേക്കാളും രസമായിരുന്നു. അവസാനം മിസ് കാരോളിൻ ഡേവിനെ പിടിച്ചു നിർത്തുന്നു. മതി, ഇനി പാടരുത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. അവർ പ്ലസന്റ് വാലിയിലേക്കാണ് പോകുന്നത്. അവിടെ കുറേ ആനിമൽ ഫാം ഉണ്ട്. അതായത് അതിൻ്റെ അടുത്ത് തന്നെ അമേരിക്ക ആർമിയുടെ ഒരു ടെസ്റ്റിംഗ് ലാബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആനിമൽ ഫാമിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവിടെ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന് പലതരം മൃഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു അമേരിക്കൻ ആർമിയുടെ ലാബും ഉണ്ടായിരുന്നു. 2 പട്ടാളക്കാരെയാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത്. 2 പട്ടാളക്കാർ അവിടുത്തെ സ്ഥിതിഗതികൾ നോക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു പട്ടാളക്കാരൻ ലാബിലെ സയന്റിസ്റ്റിനെ കൊന്നു തിന്നുകയായിരുന്നു. അപ്പോഴേക്ക് പുറത്തു നിന്ന് വെടിയൊച്ച കേൾക്കാൻ തുടങ്ങി. അവരിൽ ഒരാൾ ഡോർ ലോക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് മറ്റേ ആ സയന്റിസ്റ്റ് പട്ടാളക്കാരനെ ആക്രമിക്കുന്നു. ഇതൊക്കെ നടക്കുന്നത് പ്ലസന്റ് വാലിയിലാണ്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും അറിയാണ്ട് നമ്മുടെ മിസ് കാരോളിനും ഡേവും കുട്ടികളും അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നു. അവർ അങ്ങനെ സ്ഥലത്തേക്ക് എത്തിയുടൻ കാരോളിൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നും എങ്ങോട്ടും ഓടിപ്പോവല്ലേ എന്ന് പറയുന്നു. ഇത് കേട്ടുവിടാൻ കുട്ടികൾ ഒരൊറ്റ ഓട്ടം. അവരുടെ ഫേവറേറ്റ് TV പ്രോഗ്രാമിന്റെ അവതാരകൻ അവിടെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് സന്തോഷമാവുന്നു. പക്ഷേ ഇതൊന്നും ഇഷ്ടപ്പെടാണ്ട് ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ ഡേവ് തന്നെയാണ്. ഡേവിന് ആ ആൾ മിസ് കാരോളിൻ്റെ അടുത്ത് ഇടപഴകുന്നതും സംസാരിക്കുന്നതും ഒന്നും തീരെ ഇഷ്ടാവുന്നില്ല. അതവൻ്റെ മുഖത്തും കാണാനുണ്ട്. അങ്ങനെ അവർ മൊത്തം ചുറ്റി കാണുന്നു. കുറേ മൃഗങ്ങൾ, അതിൽ അധികവും ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്നതാണ്. ഇതൊക്കെ ഡേവ് കൗതുകത്തോടെ നോക്കുന്നു. അങ്ങനെ അവർ നല്ലോണം സന്തോഷിക്കുന്നു. എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യുന്നു. പക്ഷേ മറ്റൊരു വശത്ത് ആർമി ലാബിൽ നിന്ന് ഒരു പറ്റം സോംബികൾ ആയ മനുഷ്യർ പ്ലസന്റ് വാലിയിലേക്ക് നടന്നു പോകുന്നത് കാണാം. ഒരു ചൈനീസ് കുടുംബം അവിടെ തിമിർത്ത് ഗോൾഫ് കളിക്കുന്നു. അവരുടെ പുറകിൽ ഒരു സോംബിയെ അവർ കാണുന്നു. പക്ഷേ ഒരു മനുഷ്യൻ എന്തോ വേഷം കെട്ടി വന്നതാണെന്ന് അവർ കരുതി അതിൻ്റെ അടുത്തേക്ക് ഫോട്ടോ എടുക്കാൻ പോകുന്നു. മണ്ടന്മാർ. ആ തക്കം നോക്കി സോംബി അയാളെ കടിച്ചു പറിക്കുന്നു. ഇത് കണ്ട അയാളുടെ ബാക്കി കുടുംബക്കാർ പേടിച്ചു ഒറ്റ ഓട്ടം. ഇതൊന്നും അറിയാണ്ട് ഞങ്ങളുടെ കാരോളിനും കുട്ടികളും ഫാം മുഴുവൻ കറങ്ങാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ചുറ്റിക്കറങ്ങാൻ പോകുന്നു. വഴിയുടെ ഇടയിൽ ഒരു സോംബി ഒരു മൃഗത്തിനെ കൊന്നു തിന്നുന്നത് കാണുന്നു. ഇത് നോക്കാൻ ഡ്രൈവർ പോകുന്നതിൻ്റെ ഇടയിൽ കാരോളിൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡേവിനെ ഉപദേശിക്കാൻ തുടങ്ങി. അതായത് കുട്ടികളോട് മര്യാദയ്ക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ആ സോംബി കാരോളിൻ്റെ അടുത്തേക്ക് വരുന്നു. അതിന് കാരോളിൻ നന്നായി തന്നെ അങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ട്. നല്ല അടി. ഡേവ് ആണെങ്കിൽ
ആ വണ്ടി എടുത്ത് പോകാൻ റെഡി ആവുന്നു. പക്ഷേ ഡേവിന് ട്രാക്ടർ ഓടിക്കാൻ അറിയില്ല. അപ്പോൾ ഫെലിക്സ് പറയുന്നു, ഇങ്ങനെ ചെയ്യും മാമ, അങ്ങനെ ചെയ്യും മാമ, അവിടെയാണ് ക്ലച്ച്, അതാ ചവിട്ടണ്ടേ, ഇതാ അമർത്തണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഫെലിക്സ് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. കാരോളിനാണെങ്കിൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യടേ എന്നൊക്കെ പറയുന്നു. അങ്ങനെ കാരോളിൻ ഓടിക്കയറുന്നു. കുട്ടികൾ ഒന്നും അറിയാണ്ട് കാരോളിൻ്റെ പാട്ടും കേട്ടിരിക്കാൻ തുടങ്ങി. പുറത്തുള്ള കാഴ്ച വളരെയധികം പേടിപ്പെടുത്തുന്നതായിരുന്നു. അവിടെ എല്ലായിടത്തും സോംബികൾ. അവർ കുട്ടികളെ ഒരുമിച്ച് പിടിച്ച് പാട്ടും പാടി ഒരു ലൈനായി ഒരു സുരക്ഷിത സ്ഥലം നോക്കി പോകുന്നു. കുട്ടികളാണെങ്കിൽ കോങ്കോ 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 എന്നൊക്കെ പാടി പാടി പോകുന്നുണ്ട്. പാവം കുട്ടികൾ. അവർക്ക് സോംബികൾ എന്താണെന്ന് പോലും അറിയില്ല. പക്ഷേ കാരോളിനും ഡേവിനും നല്ല പേടിയാവാൻ തുടങ്ങി. കാരണം അവരിനി എങ്ങനെ പുറത്തേക്ക് കടക്കും, ഇനി അവരെ സോംബികൾ ആക്രമിക്കുമോ, എല്ലാവർക്കും ഭയമാവാൻ തുടങ്ങി. പക്ഷെ അവർ രണ്ടുപേരും ആ ഒരു പേടി പുറത്ത് കാണിച്ചില്ല. കാരണം കുട്ടികളെ പേടിച്ചാൽ അറിയാലോ, അവരെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഒരു സുരക്ഷിത സ്ഥലം നോക്കി 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 ഒരു ഷെഡിൻ്റെ അടുത്തേക്ക് അവരെത്തുന്നു. എന്നിട്ട് അതിന് താഴെയാണ് അവരുടെ ബസ്സുള്ളത്. അങ്ങനെ ബസ്സിൽ കയറി വീട്ടിലോട്ട് പോകാമെന്ന് വെച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ബസ് ഡ്രൈവറെ ഒരു കൂട്ടം സോംബികൾ ആക്രമിക്കുകയാണ്. അയാൾ ഉറക്കെ നിലവിളിക്കുന്നത് കാണുന്നു, നിങ്ങൾ വേഗം രക്ഷപ്പെടൂ രക്ഷപ്പെടൂ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അടുത്തുള്ള ഒരു ഷെഡിൽ കയറാൻ നോക്കുമ്പോൾ അത് അകത്ത് നിന്ന് ആരോ പൂട്ടി വെച്ചിരിക്കുന്നു. മറ്റാരും അല്ല, അത് നമ്മുടെ TV അവതാരകനായ മറ്റേ ആളില്ലേ, അയാൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം കുട്ടികളെ കണ്ട് സോംബി അവരെ കൊന്നു തിന്നാനായി വരുന്നു. പക്ഷേ അകത്തുള്ള TV-കാരൻ്റെ തനി നിറം പുറത്തു വന്നു. അയാൾ കുട്ടികളെയും ടീച്ചറെയും ചീത്ത വിളിക്കുന്നു. അപ്പോൾ അതുവരെ TV-യിൽ സ്നേഹം അഭിനയിച്ച് നിൽക്കുന്ന ആളുടെ ശരിക്കുള്ള രൂപമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അയാൾ കുട്ടികളെ എന്തൊക്കെയോ പറയുന്നു, ചീത്ത വിളിക്കുന്നു. കുറച്ച് മുമ്പ് വരെ കുട്ടികൾ അയാൾക്ക് ജീവനായിരുന്നു. പക്ഷെ ഇപ്പോഴോ കുട്ടികളെ കാണുമ്പോൾ തന്നെ വെറുപ്പാവുന്നു. അവസാനം മിസ് കാരോളിനും ഡേവും കൂടി തപ്പുമ്പോൾ ഒരു കുഞ്ഞു തുള കാണുന്നു. ആ തുളയിലൂടെ അവർ എല്ലാവരും അകത്തേക്ക് കയറുന്നു, ഡേവ് ഒഴിച്ച്. അവൻ രക്ഷപ്പെടാൻ വേണ്ടി ആ ഷെഡിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു. എന്നിട്ട് ഗിറ്റാർ വായിക്കാമെന്ന് 2 മിനിറ്റ് ഇങ്ങനെ ആലോചിക്കുന്നു. എന്താല്ലേ, പക്ഷേ അവന് മനസ്സിലായി ഗിറ്റാർ വായിച്ച കാര്യമില്ല, പെട്ടെന്ന് അകത്തേക്ക് എങ്ങനെയെങ്കിലും കടക്കണം. അങ്ങനെ ഷെഡിൻ്റെ അകത്തേക്ക് ചാടിക്കേറി തുള്ളുന്നു. ഡേവ് നേരെ ചെന്ന് വീഴുന്നത് ആ TV-കാരൻ്റെ മുകളിലായിരുന്നു. തനിക്ക് ഇഷ്ടമില്ലാത്തവർ വലിഞ്ഞു കയറിയതിന് ആ TV-കാരൻ ഡേവിനെ തല്ലുന്നു. അടുത്ത മുറിയിലുള്ള മിസ് കാരോളിൻ ആണെങ്കിൽ ആ TV-കാരനോട് വാതിൽ തുറക്കാൻ അപേക്ഷിക്കുന്നു. അകത്തു നിന്നാണെങ്കിൽ TV-കാരനും ഡേവും പൊരിഞ്ഞടി, അടിയോടടി. അവസാനം ഡേവ് തൻ്റെ ഗിറ്റാർ എടുത്ത് തലക്കൊരടി. TV-കാരൻ അവിടെ വീണു. ഡേവ് പെട്ടെന്ന് പോയി കുട്ടികളെ ഉള്ള മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നു. അകത്ത് കുറച്ച് കുട്ടികൾക്ക് പേടിയാവാൻ തുടങ്ങി. കാരോളിൻ അവരെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നു. പക്ഷേ ആ TV-കാരൻ അതെല്ലാം ഇല്ലാണ്ടാക്കുന്നു. കാരോളിൻ പോയി അവനെ ഭീഷണിപ്പെടുത്തുന്നു. അതിൻ്റെ ഇടയിൽ ഡേവ് കുട്ടികൾക്ക് കഴിക്കാൻ ചിപ്സ് കൊടുക്കുന്നു. ആ ചിപ്സ് കഴിച്ചയുടൻ ഫെലിക്സിന് അസ്വസ്ഥത ഉണ്ടാകാൻ തുടങ്ങി. അവൻ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നു. പക്ഷേ കാരോളിൻ വേഗം ഓടി ഓടി ഓരോ സോംബികളെ ആക്രമിക്കുന്നു. എങ്ങനെ ആക്രമിച്ചിട്ടും അത് വീണ്ടും വീണ്ടും അവളെ അടുത്തേക്ക് തന്നെ വരുന്നു. അതേസമയം കുട്ടികളെല്ലാവരും നല്ലോണം പേടിക്കുന്നു. ഫെലിക്സിന് തീരെ വയ്യാണ്ടായി. കാരോളിൻ അവസാനം ആ സോംബികളുടെ തലയറുത്ത് ബാഗ് എടുക്കാൻ പോകുമ്പോൾ കുട്ടികളുടെ ബാഗ് എല്ലാം ഒന്നായിരുന്നു. അവൾ തപ്പിയെടുത്ത് ബാഗുമായി ഓടുമ്പോൾ കുറേയധികം സോംബികൾ അവൾ വീണ്ടും ആക്രമിക്കാനൊരുങ്ങി. അങ്ങനെ അവൾ തിരിച്ചെത്തി ആ മരുന്ന് കുത്തിവെച്ച് ഫെലിക്സിനെ രക്ഷപ്പെടുത്തുന്നു. അവളുടെ ഉടുപ്പ് കണ്ട കുട്ടികൾ പേടിക്കുന്നു. നിറച്ചും ചോരയായിരുന്നു അത്. പക്ഷേ കാരോളിൻ പറയുന്നു, പേടിക്കണ്ട കുട്ടികളെ, ഞാനൊന്ന് സ്ട്രോബെറി ജാമിൽ വീണുപോയി എന്ന്. കുട്ടികൾക്ക് സന്തോഷമാകുന്നു. പെട്ടെന്ന് ഒരു ഹെലികോപ്റ്ററിന്റെ ഒച്ച. ഇത് കേട്ട നമ്മുടെ TV-കാരൻ വേഗം ഷെഡിന്റെ മുകളിലേക്ക് കയറി പോകുന്നു. പക്ഷേ അവൻ അവിടെ നിന്ന് താഴേക്ക് വീഴുന്നു. സോംബികൾ അവനെ ആക്രമിക്കാൻ വളയുന്നു. അപ്പോഴേക്കും ഡേവ് വന്ന് അവനെ ഷെഡിന്റെ മുകളിലേക്ക് കയറ്റുന്നു. സമയം രാത്രിയായി വരുന്നു. കുറച്ചധികം പട്ടാളക്കാർ വരുന്നുണ്ട്. അവർ ബോംബിട്ട് സോംബികളെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു. നമ്മുടെ കുട്ടികളുള്ള ഷെഡിലേക്കാണ് അവർ ബോംബിടാൻ തീരുമാനിക്കുന്നത്. അതേസമയം ഷെഡിനകത്ത് ഓരോ മൂലയിലിരുന്ന് നമ്മുടെ TV-കാരൻ കരയുന്നു. മറ്റൊരു വശത്ത് കാരോളിൻ കുട്ടികൾക്ക് പാട്ട് പാടിക്കൊടുക്കുന്നു. അത് കേട്ട് അവർക്ക് ഉറക്കവും വരാൻ തുടങ്ങി. പ്ലസന്റ് വാലിയിലാണെങ്കിൽ നിറയെ സോംബികൾ. ഇതൊക്കെ കേട്ട് നിന്ന് നമ്മുടെ ഡേവ്. ആ സ്ഥലത്തിന് പുറത്ത് കുട്ടികളുടെ അമ്മമാർ കരയുന്നു. പട്ടാളക്കാരോട് അവരെ രക്ഷിക്കാൻ പറയുന്നു. പക്ഷേ പട്ടാളക്കാർ അവരെ
അവിടെ സോംബികളെല്ലാവരെയും കൊല്ലാൻ പറയുന്നു. നമ്മുടെ കുട്ടികൾ നല്ല ഉറക്കത്തിലായി. ഡേവും കാരോളിനും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി, അവരുടെ ജീവിതകഥയും അനുഭവങ്ങളും എല്ലാം. അങ്ങനെ അടുത്ത ദിവസം രാവിലായി. നമ്മുടെ പട്ടാളക്കാരാണെങ്കിൽ 1 മണിക്കൂറിനകത്ത് ആ ഒരു ഷെഡ് ബോംബിട്ട് ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. കാരണം ആ ഷെഡിന്റെ ചുറ്റുമായിരുന്നു സോംബികൾ ഉണ്ടായിരുന്നത്. അതേസമയം കുട്ടികളുടെ അമ്മമാർക്ക് ഭയങ്കര ടെൻഷനാവുന്നു. അതായത് ട്രാക്ടർ എടുത്ത് വന്ന് ഷെഡിലേക്ക് കുത്തിക്കയറ്റി കുട്ടികളെയും കൊണ്ട് രക്ഷപ്പെടാമെന്ന്. ഇത് കേട്ട നമ്മുടെ ടി വിക്കാരൻ അവരെ കളിയാക്കി ചിരിക്കുന്നു. എടാ, ഒരു ട്രാക്ടറിനെ കൊണ്ടൊന്നും അത് പറ്റൂല, എൻ്റെ സ്വന്തം വണ്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും നടക്കും. ഇത് കേട്ട കാരോളിനും ഡീവിനും ഭയങ്കര സന്തോഷമാകുന്നു. കാരണം അവസാനം ഈ ടി വിക്കാരൻ അവരോടൊപ്പം സഹകരിക്കാൻ തുടങ്ങി. അത് വലിയൊരു കാര്യമാണേ. അങ്ങനെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡേവും നമ്മുടെ ആ ഒരു ടി വിക്കാരനും പുറത്തേക്ക് കിടക്കാൻ തീരുമാനിക്കുന്നു. ഡേവും ടി വിക്കാരനും പുറത്ത് കിടന്ന ആ ഒരു സമയത്താണ് നമ്മുടെ ഫെലിക്സ് നേരത്തെ സിനിമയുടെ ആദ്യം കണ്ട ആ ഫാൻസി ഡ്രസ്സ് വിട്ട് ഒറ്റ ഓട്ടം, താനൊരു സൂപ്പർ ഹീറോ ആണെന്നും തന്നെ കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ച്. പക്ഷെ ഇതറിഞ്ഞ ഡേവ് വളരെയധികം ടെൻഷൻ അടിക്കുന്നു. കാരണം ഫെലിക്സിന് അറിയാലോ, ഒന്നാമത് സുഖമില്ലാത്ത കുട്ടിയാണ്. പോരാത്തതിന് സോംബികൾ എന്താണെന്ന് പോലും അറിയാത്ത അവൻ അതിൻ്റെ ഇടയിലേ കൂടി ഓടിപ്പോകുന്നു. അങ്ങനെ അതേ സമയത്ത് നമ്മുടെ ഈ ഡേവും അതുപോലെ തന്നെ ആ ടി വിക്കാരന് അവരുടെ വണ്ടിയിലേക്ക് എത്തുന്നു. ആരുടെ വണ്ടിയിലേക്ക്? നമ്മുടെ ടി വിക്കാരൻ്റെ. അതിൻ്റെ അകത്തേക്ക് ടി വിക്കാരൻ എടുത്ത് ചാടി കയറുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ടി വിക്കാരൻ ആ വണ്ടി ലോക്ക് ചെയ്യുന്നു. ടി വിക്കാരനാണെങ്കിൽ തൻ്റെ വണ്ടി കണ്ട സന്തോഷത്തിൽ അതിൻ്റെ അകത്തേക്ക് ചാടിക്കയറുന്നു. വണ്ടി കണ്ട സന്തോഷത്തിലാണോ എന്നറിയില്ല, അദ്ദേഹം ഡേവിനെ ചതിക്കുന്നു. അതിൻ്റെ അകത്ത് നിന്ന് ലോക്ക് ചെയ്ത് ഡേവിനെ പുറത്തേക്ക് തള്ളുന്നു. പേടിച്ച ഡേവ് എന്ത് ചെയ്യണമെന്നറിയാണ്ട് പെട്ടെന്ന് ആ വണ്ടിയുടെ മുകളിൽ ചാടിക്കയറുന്നു. പക്ഷേ ടി വിക്കാരന് അറിയില്ലല്ലോ അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന അപകടം. അതിൻ്റെ അകത്ത് അയാളുടെ ഒരു സഹായി സോംബിയായി മാറിയിരുന്ന കാര്യം അയാൾ അറിഞ്ഞില്ല. ആ സോംബി ഈ ടി വിക്കാരനെ കൊല്ലുന്നു. നമ്മുടെ ഡേവ് ആണെങ്കിൽ പ്രാണരക്ഷാർത്ഥം ഭയങ്കരത്തിൽ കഷ്ടപ്പെടുന്നു. ആ സോംബികൾക്കിടയിൽ അവൻ്റെ താഴെയും മുകളിലും സോംബികളെല്ലാം ആക്രമിക്കാൻ വരുന്നു. പക്ഷെ നമ്മുടെ ഫെലിക്സ് ആള് ചെറിയ ചെക്കനൊന്നും അല്ല കേട്ടോ. അവൻ പുലിയാണ്, പുലി. അവൻ പോയി അവന് ട്രാക്ടർ എന്ന വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ ട്രാക്ടർ എടുത്ത് വരുന്ന കാഴ്ചയാണ് ഡേവ് കാണുന്നത്. ഡേവ് ഓടിപ്പോകുന്നു ഫെലിക്സിന്റെ അടുത്തേക്ക്. എന്നിട്ട് അവർ ഷെഡിലേക്ക് ഈ ട്രാക്ടറുമായി കുത്തിക്കയറി പോകുന്നു. അങ്ങനെ കുട്ടികളെല്ലാം വേഗം രക്ഷപ്പെടുത്തി അവർ തിരിച്ചു പോകുമ്പോൾ വളരെ സന്തോഷത്തോട് കൂടി പോകുന്നു. പക്ഷേ സന്തോഷം അധിക നേരം നിലനിൽക്കൂലല്ലോ. സോംബികളും അവരെ തന്നെ പിന്തുടരുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാണ്ട് കാരോളിൻ പറയുന്നു, കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് കുട്ടികളോട് പറയുന്നു ആ സോംബികളുടെ തലയ്ക്കടിക്കാൻ. അങ്ങനെ വളരെ ഒരു ഗെയിം എന്ന രീതിയിലൂടെ അവരങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. പകുതിയാകുമ്പോഴേക്കും കുട്ടികൾക്ക് മടുപ്പായി. ട്രാക്ടറാണെങ്കിൽ മല്ലി നീങ്ങുന്നു, കൂടെ സോംബികളും. അപ്പോഴേക്കും കാരോളിൻ പാട്ട് പാടാൻ തുടങ്ങി. കാരോളിന്റെ പാട്ട് കേട്ട് സോംബികൾ കൂടുതൽ വരുന്നു. കാരണം സോംബികൾക്ക് പാട്ടുകൾ വളരെ ഇഷ്ടമായി. അവർ കുട്ടികൾക്കൊപ്പം സോംബികളും ആ പാട്ടിനൊപ്പം താളം പിടിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടു നിന്ന് നമ്മുടെ ഡേവ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഓടണം എന്ന് വെച്ച് നടക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നതോ ഫ്രണ്ടിൽ US ആർമി. ഏതു നേരവും ആര് വന്നാലും വെടിയുതിർക്കാൻ നിൽക്കുന്ന അവർ. പെട്ടെന്ന് അവർ ഈ വണ്ടിയെ കാണുന്നു. ആദ്യം അവർ വിചാരിക്കുന്നു അതിൽ 2 പേര് മാത്രമേ ഉള്ളൂ എന്ന്. പിന്നെ നോക്കുമ്പോൾ കുട്ടികളുടെ ഒച്ച. അവർ ഡേവ് ആണെങ്കിൽ കൂകി പറയുന്നു, ഞങ്ങൾ വരുന്നു, ഞങ്ങളെ ജീവനോടെ വിടണം എന്നൊക്കെ. പക്ഷെ പട്ടാളക്കാർക്ക് അങ്കാലാപ്പായി. കാരണം അവരിങ്ങനെ ചിന്തിക്കുന്നു, ആര് വന്നാലും പ്രോട്ടോകോൾ അനുസരിച്ച് കൊല്ലണം എന്നാണല്ലോ. പക്ഷെ ഇവരെ കൊല്ലണോ വേണ്ടയോ എന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ കുട്ടികളുടെ ഒച്ചയും കേൾക്കുന്നു. അവർക്കാകെ സംശയമായി. അവർ വളരെ കുഴപ്പത്തിലായിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അവസാനം അവർ കുട്ടികളെ രക്ഷപ്പെടുത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ സോംബികളെ കൊല്ലുന്നു. പക്ഷെ സോംബികളെ കൊല്ലുന്ന സമയത്ത് ഡേവും കാരോളിനും പറയുന്നു, അയ്യോ അവർ വെടിയേക്കല്ലേ, ഒരു പാട്ട് പാടിയാൽ മതി, അവർ താനേ നല്ല കുട്ടിയായി അവിടെ ഇരുന്നോളും എന്ന്. എന്ത് തന്നെയായാലും സോംബികൾ എന്തായാലും കൊല്ലേണ്ടതാണല്ലോ. അങ്ങനെ ഈ സൈഡിൽ അവരെ കൊല്ലുന്നു, വെടിവെച്ച് കൊല്ലുന്നു. അപ്പുറത്തെ സൈഡിലാണെങ്കിലോ പ്ലസന്റ് വാലിയിലേക്ക് ബോംബിടുന്നു. അങ്ങനെ സോംബികളെ നശിപ്പിക്കുന്നു. ഇവരങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോൾ പെട്ടെന്ന് 2 കറുത്ത കൈകൾ ഇവരെ എല്ലാവരെയും എടുത്തു കൊണ്ടുപോകുന്നു. എന്തിനാണെന്ന് മനസ്സിലായോ? ഒന്നുമില്ല, ക്വാറന്റൈനിലേക്കാണ്. അവരെ 2 ദിവസത്തിലേക്ക് ഒബ്സർവേഷന് വേണ്ടി. അപ്പോഴേക്കും കുട്ടികളുടെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കരത്തിൽ പേടിയാവാൻ തുടങ്ങി. കാരണം സ്വന്തം മക്കളെയാണല്ലോ സോംബികളെ ഇടയിൽ കാണാതായത്.
പക്ഷെ അവർ പറയുന്നു, പട്ടാളക്കാർ പറയുന്നു, നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട, നിങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരാണ്, അവർക്ക് കൂടെ ഇപ്പോൾ ഡേവുമുണ്ട്, കാരോളിനുണ്ട്. അതിൻ്റെ ഇടയിലും വേറൊരു സംഭവം നടന്നു കേട്ടോ. നമ്മുടെ ഡേവും അതുപോലെ തന്നെ മിസ് കാരോളിനും സെറ്റായി. അതായത് അവര് പുതിയൊരു ജീവിതം തുടങ്ങാൻ തീരുമാനിച്ചു. ഈ സിനിമ ഇവിടേക്ക് അവസാനിച്ചു. കൂടുതൽ വീഡിയോസും കൂടുതൽ സിനിമയും കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു നല്ല വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.